നെക്സ്റ്റ് ടോപ്പിക് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ ആണ്. അത് ആക്ച്വലി അതൊരു മെത്തഡോളജിയാണ് ടു എൻഷുവർ ക്വാളിറ്റി. അതൊരു 1920s ഒക്കെ തൊട്ടിട്ട് ഉള്ള ഒരു സംഭവമാണ്. അതിൻ്റെ ബേസിസ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ സാമ്പിളിംഗ് തിയറി ഒക്കെയാണ്. ആ സാമ്പിളിംഗ് തിയറിയുടെ ഒക്കെ ഡെവലപ്മെന്റിന്റെ റിസൾട്ടായിട്ട് അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ക്വാളിറ്റി കൺട്രോളിൽ വന്നപ്പോഴാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഡെവലപ്പ് ആയത്. അത് വോൾട്ടർ ഷുവോട്ടാണ് അതിൻ്റെ ഒരു ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. അപ്പോൾ 1931 ബെൽ ടെലിഫോൺ ലബോറട്ടറീസിൽ അദ്ദേഹം ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റ് ക്വാളിറ്റി കൺട്രോളിന് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് യൂസ് ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുകയും അതിന്റെ ബേസിസിൽ ഇക്കണോമിക് കൺട്രോൾ ഓഫ് ക്വാളിറ്റി ഓഫ് മാനുഫാക്ചേർഡ് പ്രൊഡക്റ്റ് എന്നുള്ളൊരു ബുക്ക് അദ്ദേഹം പബ്ലിഷ് ചെയ്യുകയും അങ്ങനെയൊക്കെയാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ എന്നുള്ള മെത്തേഡിന്റെ ഡെവലപ്പ് ചെയ്ത് വന്നത്. നമ്മൾ XQC എന്നാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോളിനെ പറയുക. It is a term used to describe a set of statistical tools that is used by the quality professional to ensure the quality of a product. അതാണ് അതിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഒരു സെറ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ്. ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് എന്ന് പറയുന്നത് ക്വാളിറ്റി അഷ്യൂർ ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതല്ല. സ്റ്റാറ്റിസ്റ്റിക്സിൽ പൊതുവെ നിലനിൽക്കപ്പെടുന്ന കുറച്ച് ടൂളുകളാണ്. അത്തരം ടൂളുകളുടെ സഹായം നമ്മൾ ക്വാളിറ്റി അഷ്വറൻസിലേക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിനെ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ ടൂൾസ് എന്നും മെക്കാനിസംസ് എന്നും ടെക്നിക്സ് എന്നൊക്കെ പറയും. അപ്പൊ അത് ക്വാളിറ്റി പ്രോബ്ലംസിനെ അനലൈസ് ചെയ്ത് സോൾവ് ചെയ്യാനാണ് SQC യൂസ് ചെയ്യുന്നത്. പൊതുവെ 3 കാറ്റഗറിയാണ്. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ് കൺട്രോൾ ഉണ്ട്, ആക്സെപ്റ്റൻസ് സാമ്പിളിംഗ് ഉണ്ട്. ഇപ്പൊ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്കറിയാം, ഒരു പോപ്പുലേഷനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. മീന്, മീഡിയൻ, മോഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ ആ പോപ്പുലേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സും റിലേഷൻഷിപ്പിനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ്. ആ പോപ്പുലേഷൻ എന്തുമാവാം, അതൊരു ഗ്രൂപ്പ് ഓഫ് മാനുഫാക്ചേർഡ് പ്രോഡക്റ്റിലേക്ക് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുമ്പോൾ നമ്മൾ അതിനെ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ ടൂളിലെ ഒരു കാറ്റഗറി ആയിട്ട് പറയും. മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും റേഞ്ചും ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഷർ ഓഫ് ഡിസ്ട്രിബ്യൂഷനും അതൊക്കെയാണ് സാധാരണ വരുന്ന ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ടൂൾസ്. പിന്നെ പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ് കൺട്രോൾ ആണ്. അപ്പൊ നമുക്കറിയാം, ആ പ്രോസസ്സ് നന്നായാൽ മാത്രമേ എത്ര ക്വാളിറ്റിയുള്ള റോ മെറ്റീരിയൽ ഉണ്ടെന്ന് പറഞ്ഞാലും അത് കടന്നു പോകുന്ന പ്രോസസ്സിന്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടാണ് ഔട്ട്പുട്ട് വരുന്നത്. സോ എങ്ങനെ നമുക്ക് ആ പ്രോസസ്സിന്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യാം എന്നുള്ളതാണ് പ്രോസസ് കൺട്രോളിൽ വരുന്നത്. അതിന് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഉപയോഗിക്കുമ്പോഴാണ് അത് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ് കൺട്രോൾ ആകുന്നത്. നമ്മളൊരു പ്രോസസ്സിനെ നമ്മൾ റാൻഡം സാമ്പിൾ ഓഫ് ഒരു ഔട്ട്പുട്ട് എടുക്കുകയാണ്. ഒരു പർട്ടിക്കുലർ പ്രോസസ്സ് വഴി ഉണ്ടാക്കുന്ന ഒരു ഔട്ട്പുട്ടിന്റെ റാൻഡം സാമ്പിൾ ഇൻസ്പെക്ട് ചെയ്തിട്ട് വി ആർ ഡിസൈഡിങ് വെദർ ദ പ്രോസസ് ഈസ് പ്രൊഡ്യൂസിങ് പ്രോഡക്ട്സ് വിത്ത് ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് ഫോൾ വിത്തിൻ എ പ്രീഡിറ്റർമൈൻഡ് റേഞ്ച്. നമ്മളൊരു ക്രൈറ്റീരിയ സെറ്റ് ചെയ്യുന്നു, ആ എന്നിട്ട് നമ്മളൊരു പ്രോസസ്സ് തിരഞ്ഞെടുക്കുന്നു. ആ പ്രോസസ്സ് വഴി ഉണ്ടാകുന്ന ഔട്ട്പുട്ടുകളിൽ നിന്ന് ഒന്ന് റാൻഡമായിട്ട് നമ്മൾ എടുക്കുന്നു. എന്നിട്ട് നമ്മൾ സെറ്റ് ചെയ്ത ക്വാളിറ്റി ക്രൈറ്റീരിയ ഫില്ല് ചെയ്യുന്ന തരത്തിലാണോ ഈ ഔട്ട്പുട്ട് എന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നു. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ് കൺട്രോൾ ആക്ച്വലി പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിനെക്കാട്ടിലും ആ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ ഉപയോഗിച്ച പ്രോസസ്സിന്റെ ക്വാളിറ്റി അതിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യുക. പിന്നെ വരുന്നതാണ് ആക്സെപ്റ്റൻസ് സാമ്പിളിംഗ്. അത് നമ്മൾ ബാച്ച് പ്രൊഡക്ഷൻ ഒക്കെ പഠിച്ചു. ആ ബാച്ച് പ്രൊഡക്ഷനിലൊക്കെ അപ്ലൈ ചെയ്യുന്ന ഒരു ക്വാളിറ്റി കൺട്രോൾ ടെക്നിക്കാണ്. ഒരു ബാച്ച് പ്രൊഡക്ഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ലോട്ടായിട്ടാണ് പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുക. അപ്പൊ ആ ലോട്ടിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ സാമ്പിൾ റാൻഡംലി ഇൻസ്പെക്ട് ചെയ്യാണ് ഒരു സാമ്പിൾ ഓഫ് ഗുഡ്സ്. എന്നിട്ട് ആ സാമ്പിളിന്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് യു ആർ ഡിസൈഡിങ് വെദർ ടു ആക്സെപ്റ്റ് ഓർ റിജക്ട്. കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി അഷ്യൂർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ആക്സെപ്റ്റൻസ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. So based on the quality of the sample, you decide either to reject the lot or accept the lot.
ഇതൊക്കെയാണ് പൊതുവിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ ടെക്നിക്സ് എന്ന് പറയുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ക്വാളിറ്റി കൺട്രോളിലേക്ക് നമ്മൾ ഉപയോഗിക്കുകയാണ്. അത് ജനറൽ ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് റിലേഷൻഷിപ്സ് മെഷർ ചെയ്യാൻ വേണ്ടി, ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ രൂപത്തിൽ ഉപയോഗിക്കാം. പ്രോസസ്സിന്റെ ക്വാളിറ്റി അഷ്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോസസ് കൺട്രോളിലേക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഒരു ലോട്ടിൽ ഉള്ള അല്ലെങ്കിൽ ഒരു നോർമൽ പ്രോഡക്റ്റ് ബാച്ചിൽ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി അഷ്യൂർ ചെയ്യാൻ എന്ന രീതിയിൽ ആക്സെപ്റ്റൻസ് സാമ്പിളിംഗ് എന്ന രൂപത്തിൽ പ്രോഡക്റ്റ് ക്വാളിറ്റിയിൽ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഒരു ഇൻട്രോ ടു സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ. നെക്സ്റ്റ് നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്താന്നുള്ളതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്കറിയാം ഒരു പോപ്പുലേഷന്റെ അല്ലെങ്കിൽ ഒരു സാമ്പിളിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് മെഷർ ചെയ്യാനും വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒക്കെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാനുമാണ് നമ്മൾ ഈ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് നോർമൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ആ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റിന്റെ പോപ്പുലേഷൻ ആണെങ്കിൽ ഡിസ്ക്രൈബിംഗ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പ്രോഡക്റ്റ്. അതല്ല, ഇഫ് യുവർ സെലക്ടഡ് പോപ്പുലേഷൻ പ്രോസസ് ആണെങ്കിൽ ആ ഒരു പ്രോസസ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഡിസ്ക്രൈബ് ചെയ്യാം. ഇതും നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കുമ്പോഴാണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ആപ്ലിക്കേഷൻ ഏതിലേക്ക് വരുന്നത്? പ്രൊഡക്ഷൻ എന്ന രീതിയിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ക്വാളിറ്റി കൺട്രോൾ എന്ന രീതിയിലേക്ക് വരുന്നത്. ഇതില് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൽ പൊതുവെ 3 മെഷേഴ്സ് ആണ്. ഒന്ന് മീൻ, പിന്നൊന്ന് മെഷേഴ്സ് ഓഫ് വേരിയബിലിറ്റി, പിന്നൊന്ന് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡേറ്റ. മീൻ നമുക്കറിയാം അരിത്തമെറ്റിക് ആവറേജ് ആണെങ്കിൽ മീൻ അതൊരു മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണ്. ഒരു സെറ്റ് ഡേറ്റയ്ക്ക് ഒരു ആവറേജ് സ്വഭാവം, അതൊരു വാട്ട് ഇസ് ദ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഒരു പ്രൊഡക്ഷൻ റിലേറ്റഡ് എക്സാമ്പിൾ പറയാണ്. ഒരു ഗ്രൂപ്പ് ഓഫ് സോഫ്റ്റ് ഡ്രിങ്ക്സ്. ആ സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ കുപ്പിയിൽ ഒരു 200 ml ലിക്വിഡ് ഉണ്ട് ഓൺ ആൻ ആവറേജ് എന്ന് നമുക്ക് പറയണം. അങ്ങനെ പറയണമെങ്കിൽ ഈ 200 ബോട്ടിൽസിൽ നമുക്കതിന്റെ ആവറേജ് കണ്ടുപിടിച്ച് പറയുമ്പോഴാണ് ഓരോ ബോട്ടിലും എത്ര എണ്ണം ഉണ്ട്. ഒന്നിൽ 196 ആയിരിക്കും, ഒന്നിൽ 204 ആയിരിക്കും, ഒന്നിൽ 200 ആയിരിക്കും, ഒന്നിൽ അങ്ങനെ. എന്നിട്ട് അതിന്റെ എല്ലാം സം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ് ഈ ഒരു 20 കുപ്പി ബോട്ടിൽ ഓഫ് സോഫ്റ്റ് ഡ്രിങ്ക്സിൽ ഒരു ഓൺ ആൻ ആവറേജ് ഒരു കുപ്പിയിൽ 200 ml ഓഫ് ലിക്വിഡ് ആണ് ഉള്ളത് എന്ന് നമുക്ക് പറയാൻ പറ്റുക. അപ്പൊ ശരിക്കും ആ സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ക്വാണ്ടിറ്റി എന്ന ക്യാരക്ടറിസ്റ്റിക്സ് നമ്മളിപ്പോ ഇവിടെ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിക്സിലെ എക്സ്പ്രസ് ചെയ്തത്. അതെങ്ങനെയാ? അതിന്റെ ഫോർമുല എന്താ? എക്സ് ബാർ എന്ന് പറഞ്ഞാൽ സിഗ്മ xi/n ആണ്. അപ്പൊ അതിൽ xi എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ്. i നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ്. 1 to n ആവാം. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ്. അപ്പൊ അതാണ് നമ്മളുടെ മീൻ എന്നുള്ളത്. പൊതു സ്വഭാവം, ഒരു മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി. പൊതുവിൽ എന്താണ് ആ ഒരു ബാച്ചിന്റെ സ്വഭാവം എന്നുള്ളത്. ഇനി മെഷേഴ്സ് ഓഫ് വേരിയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ മീനിൽ നിന്ന് നമ്മളിപ്പോ 200 ml ആണ് ഒരു ആവറേജ് എന്ന് പറഞ്ഞല്ലോ. ആ 200-ൽ നിന്ന് എത്രത്തോളം വേരിയേഷൻ ഉണ്ട്. നമുക്കൊരു ക്വാളിറ്റിയുടെ കേസിൽ വേരിയേഷൻ ഇമ്പോർട്ടന്റ് ആവുന്നത് എന്തുകൊണ്ടാ? റേഞ്ച് നമുക്ക് പറയാൻ പറ്റണം. ഒരു ടോളറൻസ് നമുക്ക് 200 ml ആണ് ഒരു കുപ്പിയിൽ ഒരു സോഫ്റ്റ് ഡ്രിങ്ക് ക്യാനിൽ നിറക്കേണ്ടതെങ്കിൽ ഓൺ ആൻ ആവറേജ് 200 ഉണ്ടെന്ന് പറഞ്ഞാലും എല്ലാ ബോട്ടിലും 200 ഇല്ല എന്നറിയാം. പക്ഷെ ഒരു 196 തൊട്ടൊരു 204 വരെ എന്നൊരു കണക്കെങ്കിലും നമ്മൾ പറയണം. ആ 196-ൽ കുറഞ്ഞാലും 204-ൽ കൂടിയാലും അപകടമാണ് എന്ന് പറയാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് ആ ക്വാളിറ്റി കൺട്രോൾ ശരിക്കും സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. സോ ആ എത്ര കണ്ട് വേരി ചെയ്യുന്നുണ്ട് എന്ന മെഷറാണ് മെഷേഴ്സ് ഓഫ് വേരിയബിലിറ്റിയിൽ വരിക. അത് റേഞ്ച് ഉണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ട്. ഈ 2 രീതിയിലാണ് വേരിയബിലിറ്റി നമ്മൾ മെഷർ ചെയ്യുക. റേഞ്ച് എന്ന് പറഞ്ഞാൽ ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് ഒബ്സർവേഷന്റെ ഡിഫറൻസ് ആണ്. ഇപ്പൊ നമ്മൾ 196 204 ആണെങ്കിൽ 4 എന്നുള്ളതായിരിക്കും അതിന്റെ റേഞ്ച്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെങ്കിൽ സിഗ്മ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് സിഗ്മ xi - x bar ഹോൾ സ്ക്വയർ ബൈ n - 1 ആണ്. ഈ ഫോർമുലാസ് ഒക്കെ നമ്മൾ
BNM പഠിച്ചിട്ടുള്ള സംഭവം തന്നെയാണ്. അപ്പൊ അതാണ് നമ്മുടെ മെഷേഴ്സ് ഓഫ് വേരിയബിലിറ്റി. ആ ഒരു സംഭവം ക്വാളിറ്റിയിൽ ഉപയോഗിക്കുന്നു, അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഇതിന് ശ്രദ്ധിക്കേണ്ടത് റേഞ്ചും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും സ്മോൾ വാല്യൂസ് കിട്ടിയാൽ മനസ്സിലാക്കേണ്ടത് മീനിന്റെ അടുത്ത് തന്നെ ക്ലസ്റ്റർ ചെയ്യാണ് വാല്യൂസ് എന്ന് വെച്ചാൽ വലിയ അപകടം ഇല്ലാന്ന്. പക്ഷെ ലാർജ് ആയിട്ട് റേഞ്ചും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കിട്ടിയാൽ ലാർജ് വേരിയേഷൻ ഉണ്ട് എന്ന് വെച്ചാൽ ക്വാളിറ്റി ഇഷ്യൂസ് ഉണ്ട് എന്നാ നമ്മൾ മനസ്സിലാക്കണേ. ഇനി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡേറ്റ പറയുന്നുണ്ട്. നമ്മളറിയാം ഡേറ്റയുടെ ഒരു സ്വഭാവം, നമ്മൾ മുമ്പ് സ്റ്റാറ്റിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത് ഒരു മീനിന്റെ അപ്പുറത്ത് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്നുള്ള അസംഷന്റെ പുറത്താണ് സ്റ്റാറ്റിസ്റ്റിക്സിലുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും പോകുന്നത്. നമ്മൾ ഡേറ്റയുടെ എല്ലാ അനാലിസിസും ചെയ്യുന്നത് ഒരു ബേസിക് അസംഷൻ ദ ഡേറ്റ ഈസ് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് എന്നാണ്. അങ്ങനെ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയ ഡേറ്റയിൽമേ മാത്രമേ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് വേറെ തരം ടെസ്റ്റുകളാണ്. സ്ക്യൂഡ് ഡേറ്റ ആണെങ്കിൽ നമുക്ക് ഉപയോഗിക്കേണ്ട ടെസ്റ്റ് മെത്തേഡ്സ് ഡിഫറെന്റ് ആണ്. അതുപോലെ തന്നെയാണ് ഇവിടെയും ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡേറ്റ വരുന്നത്. ഇപ്പോ നമ്മള് ഡിസ്ട്രിബ്യൂഷൻ സിമെട്രിക് ആണോ അസിമെട്രിക് ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഒരു സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ആണോ, കണ്ടമാനം ഒരു ഡിസ്അപ്രോപ്രിയേറ്റ്നെസ് ഉണ്ട് എങ്കിൽ മീനിനോട് നോർമൽ ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല, ഏതെങ്കിലും ഒരു റൈറ്റിലേക്ക് സ്ക്യൂ ഉണ്ട്, ലെഫ്റ്റിലേക്ക് സ്ക്യൂ ഉണ്ട്, അല്ലെങ്കിൽ പീക്ക് കർട്ടോസസും സ്ക്യൂനെസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പീക്ക് കൂടുതലാണ്, ഫ്ലാറ്റ് ആണ്. ഇത്തരം സ്വഭാവ സവിശേഷതകളൊക്കെ ഉണ്ടോ നമ്മളുടെ ഡേറ്റയ്ക്ക് അതും എന്താ മെഷർ ചെയ്യാൻ സഹായിക്കുന്ന വെച്ചിട്ടാ ഈ ക്വാളിറ്റി വേരിയേഷൻസ് വേരിയേഷൻസ് പോലെ തന്നെയാണ് നമ്മുടെ ഷേപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾക്ക് കിട്ടുന്ന അനാലിസിസ് എന്ന് പറയുന്നത്, അതിൽ നിന്ന് കിട്ടുന്ന ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. ഡിസ്ട്രിബ്യൂഷൻ സിമെട്രിക് ആണെങ്കിൽ സെയിം നമ്പർ ഓഫ് ഒബ്സർവേഷൻ ബിലോ എബോ മീൻ ഉണ്ടെങ്കിൽ നോർമൽ വേരിയേഷൻ ഇല്ല ഡേറ്റയിൽ. സോ നോട്ട് മച്ച് ക്വാളിറ്റി എന്താ പറയാ ഡിസ്റപ്ഷൻസ് എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. When you have disappropriate number of observation കൂടുതൽ either above or below mean ആണെങ്കിൽ ഒരു skewed distribution ആണ്. So it means that there is quality variation. അപ്പൊ ഇങ്ങനെയുള്ള ഇന്റർപ്രിട്ടേഷൻ ആ ഒരു കോമൺ ക്യാരക്ടറിസ്റ്റിക്കുമ്പോ മാത്രം ഉള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ കൊണ്ടുവരാൻ സഹായിക്കുന്ന വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ ആണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി നമുക്ക് വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ചില ക്വാളിറ്റി കൺട്രോൾ ടൂൾസ് നോക്കാം. ഇത് പൊതുവെ ക്വാളിറ്റി കൺട്രോൾ അതിനാവശ്യമായിട്ടുള്ള ഡേറ്റ ശേഖരിക്കാൻ ഉപയോഗിക്കുന്നതും പ്യോർലി ക്വാളിറ്റി കൺട്രോളിന് ഉപയോഗിക്കുന്നതുമായ ടൂളുകൾ രണ്ടും ഇതിൽ വരുന്നുണ്ട്. ചെക്ക് ഷീറ്റ്, പെരേറ്റോ ചാർട്ട്, ഫ്ലോ ചാർട്ട്, കോസ് ആൻഡ് ഇഫക്റ്റ് ഡയഗ്രാം, ഹിസ്റ്റോഗ്രാം, സ്കേറ്റർ ഡയഗ്രാം, കൺട്രോൾ ചാർട്ട്. ഇതൊക്കെയാണ് ക്വാളിറ്റി കൺട്രോൾ ടൂൾസ്. അതില് ആദ്യത്തേതാണ് നമ്മൾ നോക്കുന്ന ചെക്ക് ഷീറ്റ്. ചെക്ക് ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിമ്പിൾ ഡോക്യുമെന്റ് ആണ്. അത് നമ്മളിപ്പോ ഒരു ചെക്ക് ലിസ്റ്റ്, ഒരു പ്രോഗ്രാം ഓർഗനൈസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മളൊരു ചെക്ക് ലിസ്റ്റ് ഒക്കെ എഴുതില്ലേ, എന്തൊക്കെ സംഭവങ്ങൾ നമ്മൾ ചെയ്തു, അത് കഴിഞ്ഞാൽ നമ്മൾ അതുപോലെ തന്നെ ഉള്ള റിയൽ ടൈം അറ്റ് ദ ലൊക്കേഷൻ ജനറേറ്റ് ചെയ്യുന്ന ഡേറ്റ കളക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് അത്. ക്വിക്ക് ഈസ് എഫിഷ്യന്റ് റെക്കോർഡിംഗ് ഓഫ് ഡിസൈഡ് ഇൻഫർമേഷൻ, അതാണ് ഒരു ചെക്ക് ഷീറ്റിന്റെ ഉദ്ദേശം. അപ്പോൾ ഈ ചെക്ക് ഷീറ്റ് അതിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്രസന്റ് ഇൻഫർമേഷൻ ഇൻ ഇഫക്റ്റീവ് വേ ആണ്, ടു കളക്ട് ഇൻഫർമേഷൻ ആണ്, സിമ്പിൾ ലിസ്റ്റിംഗ് ഓഫ് ഐറ്റംസ് ആണ്. അപ്പോൾ അതൊരു എന്താ പറയുക, ഒരു ഇൻകോർപ്പറേറ്റ് ചെയ്യാണ് എന്തെങ്കിലും ഒരു അനാലിസിസിനൊക്കെ കളക്ഷനും അത് കഴിഞ്ഞതിന് ശേഷം കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ടോ എന്ന് അറിയാനും എല്ലാത്തിനും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഈ ചെക്ക് ഷീറ്റ് എന്ന് പറയുന്നത്. ഇനി പെരേറ്റോ ചാർട്ട്, വിൽഫ്രെഡ് പെരേറ്റോ എന്നുള്ള ആളാണ്, അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ ചാർട്ട്. ബാർസ് ആൻഡ് ലൈൻ ഗ്രാഫ് രണ്ടും കൂടി ഒരു ടൈപ്പ് ഓഫ് ചാർട്ട് ദാറ്റ് കണ്ടെയ്ൻസ് ബോത്ത് ബാർസ് ആൻഡ് ലൈൻ ഗ്രാഫ് ആണ്. അതില് ഇൻഡിവിജ്വൽ വാല്യൂസ് ഡിസെൻഡിങ് ഓർഡറിൽ ബാറുകൾ റെപ്രസെന്റ് ചെയ്യും, ക്യുമുലേറ്റീവ് ടോട്ടലിന് ലൈൻസ് റെപ്രസെന്റ് ചെയ്യും. അപ്പോൾ
ഇതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചാല് ഒരു നമ്പർ ഓഫ് പ്രോഡക്റ്റ് ഡിഫക്ട്സ് ആണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് എന്ന് വിചാരിക്കും ഒരു പാരേറ്റോ ചാർട്ടില്. നമ്പർ ഓഫ് പ്രോഡക്റ്റ് ഡിഫക്ട്സ് ആണ് ഈ പാരേറ്റോ ചാർട്ടില്. അപ്പൊ നമുക്ക് ആക്ച്വലി നമുക്കത് എന്തിനാന്ന് വെച്ചാല് പ്രയോറിറ്റൈസ് ചെയ്യാനാണ്. ഈസി ടു സീ ഹൗ ടു പ്രയോറിറ്റൈസ് ഇംപ്രൂവ്മെന്റ് എഫേർട്സ് എന്നാണ്. കാരണം ഇപ്പൊ നമ്പർ ഓഫ് പ്രോഡക്റ്റ് ഡിഫക്ട്സ് ആണ് എന്ന് വിചാരിക്കും. നമ്പർ ഓഫ് പ്രോഡക്റ്റ് ഡിഫക്ട്സ് ആണെങ്കിൽ ഇൻഡിവിജ്വൽ വാല്യൂസ് ബാറിന്റെ രൂപത്തിലും ക്യുമുലേറ്റീവ് ലൈനിന്റെ രൂപത്തിലും റെപ്രസെന്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും വിച്ച് ആർ ദ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് പ്രോബ്ലംസ് ദാറ്റ് സ്റ്റാൻഡ് ഔട്ട്, ആൻഡ് അത് നമുക്ക് ടാർഗറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. So it's extremely useful because they can be used to identify those factors which have greatest cumulative effect. Greatest cumulative effect ഉള്ള ഫാക്ടേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, അനലൈസ് ചെയ്യാനും ഐഡന്റിഫൈ ചെയ്യാനും പറ്റും എന്നുള്ളതാണ് ഈ ഒരു പാരേറ്റോ ചാർട്ട് കൊണ്ടുള്ള ഏറ്റവും ഗുണം എന്ന് പറഞ്ഞാൽ. പിന്നെ പറയുന്നതാണ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. അതൊരു പ്രോസസ്സിന്റെ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആണ്. ഒരു പ്രോസസ്സിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഡയഗ്രമിന്റെ അതിന്റെ ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ ആണ്. അപ്പൊ സിംബൽസ്, ഗ്രാഫിക് സിംബൽസ് വെച്ചിട്ടാണ് ഇത് നമ്മൾ കാണിക്കുന്നത്. നേച്ചർ ആൻഡ് ഫ്ലോ ഓഫ് വേരിയസ് സ്റ്റെപ്സ് ഇൻ എ പ്രോസസ്, അതാണ് ആക്ച്വലി നമ്മൾ ഈ ഫ്ലോ ചാർട്ട് വഴി. അപ്പൊ ബ്രേക്കിംഗ് ദ പ്രോസസ് ഇൻ ടു വേരിയസ് സ്റ്റെപ്സ് നമുക്ക് ഓരോ സ്റ്റെപ്പിന്റെയും എറേഴ്സ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. സോ ആ ഒരു സംവിധാനത്തിനെയാണ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് കോസ് ആൻഡ് ഇഫക്റ്റ് ഡയഗ്രാം ആണ്. അതിന് ഇഷിക്വ ഡയഗ്രാമെന്നും ഫിഷ് ബോൺ ഡയഗ്രാമെന്നും അതിനെ ബോൺ ഡയഗ്രാം അല്ലെങ്കിൽ ഇഷിക്വ ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു ഫിഷിന്റെ അല്ലെങ്കിൽ മീനിന്റെ സ്പൈൻ അല്ലെങ്കിൽ ഒരു മുള്ളു പോലെയാണ്. അപ്പൊ ഇതൊരു കോസ് ആൻഡ് ഇഫക്റ്റ് ഡയഗ്രാം ആണ്. helps to identify, sort and show what are the basic possible causes of a problem. ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനൊരു റൂട്ട് കോസ് ഉണ്ടാവും. നമ്മൾ അതിന്റെ സിംറ്റംസ് കണ്ട് ട്രീറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? അതാണ് കോസ് ആൻഡ് ഇഫക്റ്റ് ഡയഗ്രാം. ഇപ്പൊ നമുക്കൊരു പ്രോബ്ലം ആണെങ്കിൽ നമുക്കറിയാം അതിനൊരു റൂട്ട് കോസ് ഉണ്ടാവും. നമ്മൾ ആ പ്രോബ്ലത്തിന്റെ സിംറ്റംസിനെ ട്രീറ്റ് ചെയ്തിട്ട് കാര്യമില്ല. യു വിൽ ഓൾവേസ് ഹാവ് ടു എന്താ പറയാ, യു വിൽ ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ റൂട്ട് കോസ്. ആ റൂട്ട് കോസ് കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഈ കോസ് ആൻഡ് ഇഫക്റ്റ് ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ക്വാളിറ്റി കൺട്രോളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു നമ്മൾ മേജർ കോസസ് ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ, ഒരു ക്വാളിറ്റി പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിന്റെ മേജർ കോസസ് ഒരു സ്പൈൻ ഓഫ് ദ ഫിഷ് ആയിട്ട് നമ്മൾ ലിസ്റ്റ് ചെയ്യും. എന്നിട്ട് ആ കോസസിനെ തന്നെ പീപ്പിൾ റിലേറ്റഡ് കോസസ്, പ്രോസസ് റിലേറ്റഡ് കോസസ്, മെറ്റീരിയൽ റിലേറ്റഡ് കോസസ്, എക്യുപ്മെന്റ് റിലേറ്റഡ് കോസസ് എന്ന് പറയും. എന്നിട്ട് അതിന്റെ കോസസ് എന്ന് പറയും. എന്നിട്ട് അതിന്റെ സബ് പോയിന്റ്സ് ആയിട്ട് ആ കോസസിനെ ബ്രെയിൻ സ്ട്രോം ചെയ്ത് നമ്മളിങ്ങനെ അതിന്റെ സബ് പോയിന്റ്സ്, ഈ മെയിൻ ഇതിന്റെ സബ് പോയിന്റ്സ് ആയിട്ട് മീനിന്റെ ചെറിയ ചെറിയ മുള്ളു പോലെ സബ് പോയിന്റ്സ് എഴുതും. അവസാനം യു വിൽ ബി ഏബിൾ ടു ഐഡന്റിഫൈ എ പർട്ടിക്കുലർ റിയൽ റൂട്ട് കോസ്. അതായിരിക്കണം നമ്മൾ ഇതാക്കുക. പിന്നെ പറയുന്നത് ഹിസ്റ്റോഗ്രാം ആണ്. ഹിസ്റ്റോഗ്രാം എന്ന് പറഞ്ഞാൽ ഡേറ്റയുടെ ഒരു ചാർട്ടാണ്. ഒരു ന്യൂമറിക്കൽ വേരിയബിൾ കണ്ടിന്യൂസ് ഡേറ്റയുടെ ഗ്രാഫിക്കൽ വ്യൂ ആണ്. അതിനാണ് നമ്മൾ ഹിസ്റ്റോഗ്രാംസ് നമ്മൾ വരയ്ക്കുക. ഇനി സ്കേറ്റർ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ കോറിലേഷന്റെ ഇതാണ്. കോറിലേറ്റഡ് ആണോ അല്ലയോ എന്നുള്ളതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് സ്കേറ്റർ ഡയഗ്രാമില്. പോസിറ്റീവ് കോറിലേഷൻ, നെഗറ്റീവ് കോറിലേഷൻ, നോ റിലേഷൻസ് ഒക്കെ ഉണ്ടാവും. രണ്ട് വേരിയബിൾസ് തമ്മിൽ വാട്ട് ഇസ് ദ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ്. ആ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് അത് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. റിലേഷൻ പോസിറ്റീവ് തന്നെ ഹൈലി പോസിറ്റീവ് ആവാം, ഹൈലി നെഗറ്റീവ് ആവാം. സോ ഇത്തരം റിലേഷൻ ഇതിന്റെയൊക്കെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് സ്കേറ്റർ ഡയഗ്രാമത്തില്. ഇനി ഏറ്റവും ലാസ്റ്റ് ക്വാളിറ്റി കൺട്രോൾ ടൂൾ എന്ന് പറയുന്നത് കൺട്രോൾ ചാർട്ടാണ്. സോ റൂട്ടീൻലി ക്വാളിറ്റി മോണിറ്റർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് കൺട്രോൾ ചാർട്ട്. That is used to distinguish between variation in processes resulting from common causes and
ദാറ്റ് ഓഫ് സ്പെഷ്യൽ കോസസ്. നമ്മൾ സോഴ്സസ് ഓഫ് വേരിയേഷൻ പഠിച്ചപ്പോൾ കോമണും സ്പെഷ്യൽ കോസും പഠിച്ചു. അപ്പൊ ഇത് കോമൺ കോസ്, അത് ആ ഒരു കോമൺ കോസ് ആണോ സ്പെഷ്യൽ കോസ് ആണോ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് വെദർ ദ പ്രോസസ് ഈസ് ഇൻ കൺട്രോൾ ഓർ ഔട്ട് ഓഫ് കൺട്രോൾ എന്ന് പറയാം. ആ ഒരു ഇൻ കൺട്രോൾ ഔട്ട് ഓഫ് കൺട്രോളിന്റെ ആ ഒരു ഗ്രാഫിക് ഡിസ്പ്ലേ, അതിനാണ് നമ്മൾ കൺട്രോൾ ചാർട്ട്. അപ്പൊ കൺട്രോൾ ചാർട്ട് തൽക്കാലം ഇത്രയും നോക്കിയാൽ മതി. ഡീറ്റെയിൽ ആയിട്ടുള്ള കൺട്രോൾ ചാർട്ടിന്റെ നമ്മൾ ഇനി വരുന്ന സെഷൻസിൽ കാണുന്നതാണ്. സോ ആസ് സച്ച് ഇപ്പൊ ക്വാളിറ്റി കൺട്രോൾ ടൂൾസ് ചുമ്മാ ഡേറ്റ ഡോക്യുമെന്റ് ചെയ്യാനുള്ള ചെക്ക് ഷീറ്റ് ഉണ്ട്, നമ്മളുടെ ക്യുമുലേറ്റീവ് ഇൻഡിവിജ്വൽ ഇഫക്ട്സ് അറിയുന്ന പെരേറ്റോ ചാർട്ട് ഉണ്ട്, ഒരു പ്രോസസ്സിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഉള്ള ഫ്ലോ ചാർട്ട് ഉണ്ട്, റൂട്ട് കോസ് ഐഡന്റിഫൈ ചെയ്യാനുള്ള കോസ് ഇഫക്ട് ഡയഗ്രാം ഉണ്ട്, ക്യുമുലേറ്റീവ് ഡേറ്റയുടെ ഗ്രാഫിക്കൽ ഉള്ള ഹിസ്റ്റോഗ്രാം ഉണ്ട്, കോറിലേഷൻ കാണിക്കുന്ന സ്കേറ്റർ ഡയഗ്രാം ഉണ്ട്, റൂട്ടീൻ ക്വാളിറ്റി മോണിറ്ററിന് ഉപയോഗിക്കാവുന്ന കൺട്രോൾ ചാർട്ട് ഉണ്ട്. സോ ഇതാണ് ഡിഫറെന്റ് ക്വാളിറ്റി കൺട്രോൾ ടൂൾസ്. ഇനി ഇങ്ങനെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ ഉള്ളതിന്റെ ബെനിഫിറ്റ്സ് എന്ന് വെച്ചാൽ, ഒന്ന് നമുക്ക് എറേഴ്സ് ഡിറ്റക്ട് ചെയ്യാം എന്നുള്ളത് തന്നെയാണ്. എവിടെയാണ് ക്വാളിറ്റി ഇഷ്യൂസ് വരുന്നത് എന്നുള്ള എറേഴ്സ് ഡിറ്റക്ട് ചെയ്യാൻ സഹായിക്കും എന്നുള്ളതാണ് ഒരു ബെനിഫിറ്റ്. ഇനി കസ്റ്റമർ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ചെയ്യും. കാരണം ക്വാളിറ്റി പ്രോഡക്ട്സ് കിട്ടുക എന്നുള്ളത് തന്നെയാണല്ലോ കസ്റ്റമറിന്റെ ആവശ്യം. സോ ബെനിഫിറ്റ്സ് ടു കസ്റ്റമറുമായിട്ടുള്ള ഒരു ഗുഡ് ഹെൽത്തി റിലേഷൻഷിപ്പ് പോസിബിൾ ആകും. ഇൻസ്പെക്ഷൻ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യും. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പ്രോസസ്സിന്റെ ക്വാളിറ്റി എൻഷുർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയിൽ ഇൻസ്പെക്ട് ചെയ്ത് സമയം കളയണ്ട. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ ടെക്നിക്ക് വഴി നിങ്ങൾ പ്രോസസ്സിന്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് റെഡ്യൂസ് ചെയ്യും ഇൻസ്പെക്ഷൻ കോസ്റ്റിന്. ഇനി നമ്പർ ഓഫ് റിജക്ഷൻസ് റെഡ്യൂസ് ചെയ്യും. മെറ്റീരിയൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ സേവ് ചെയ്യും. കാരണം നമ്മൾ ക്വാളിറ്റി കൺട്രോൾ ടെക്നിക്ക്, സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ ടെക്നിക്ക് യൂസ് ചെയ്യുമ്പോൾ യു ആർ അഷ്വറിംഗ് ദ ക്വാളിറ്റി. അങ്ങനെ ക്വാളിറ്റി അഷ്വറൻസ് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള റിജക്ഷൻസിന്റെ എണ്ണം കുറയും, കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ നമുക്ക് സേവ് ചെയ്യാനും പറ്റും. ഇനി അറ്റൈനബിൾ സ്പെസിഫിക്കേഷന്റെ ബേസിസ് എന്ന് പറയുന്നത് നമുക്കുണ്ട്. ഒരു പ്രോഡക്റ്റിന്റെ സ്പെസിഫിക്കേഷൻസിനെ കുറിച്ച് നമുക്കൊരു ധാരണയുണ്ട്. അതാണ് നമ്മൾ അറ്റൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഒരു ബേസിസ് വരുന്നത് ഈ ഒരു ഇതിൽ നിന്നാണ്. ഇനി പോയിന്റ്സ് ഔട്ട് ബോട്ടിൽ നെക്സ് ആൻഡ് ട്രബിൾ സ്പോട്ട്സ്. എവിടെയാണ് തടസ്സങ്ങൾ, എവിടെയൊക്കെയാണ് തടസ്സങ്ങൾ വരുന്നത്, ട്രബിൾ സ്പോട്ട്സ് എവിടെയാണ്, ഇതൊക്കെ പോയിന്റ് ഔട്ട് ചെയ്യുന്നതും സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ ടൂൾസ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. കേപ്പബിലിറ്റി ഓഫ് മാനുഫാക്ചറിങ് പ്രോസസ്സ് ഡിറ്റർമൈൻ ചെയ്യാൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ ടൂൾസ് നമുക്ക് ഉപയോഗിക്കാം. ആൻഡ് ഫൈനലി ഇറ്റ്സ് ഓൾ അബൌട്ട് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് അപ്രിഷിയേറ്റിംഗ് ക്വാളിറ്റി കൺട്രോൾ. ക്വാളിറ്റി കൺട്രോൾ എന്നൊരു മെക്കാനിസത്തിനെ മനസ്സിലാക്കാനും അപ്രിഷിയേറ്റ് ചെയ്യാനും ഒരു പരിധി വരെ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ ടെക്നിക്സ് സഹായിക്കുന്നുണ്ട്. സോ ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ അതാണ്, ഡിറ്റക്ട് ചെയ്യും എറർ, കസ്റ്റമേഴ്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കുറച്ചും കൂടി സ്മൂത്ത് ആണ്, ഇൻസ്പെക്ഷൻ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യും, റിജക്ഷൻസ് കുറയും, മെറ്റീരിയൽ കോസ്റ്റ് സേവ് ചെയ്യും, സ്പെസിഫിക്കേഷൻസ് അറ്റൈൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും, ബോട്ടിൽ നെക്സും ട്രബിൾ സ്പോട്ട്സും പോയിന്റ് ഔട്ട് ചെയ്യും, കേപ്പബിലിറ്റി ഓഫ് മാനുഫാക്ചറിങ് പ്രോസസ്സ് ഡിറ്റർമൈൻ ചെയ്യും, ക്വാളിറ്റി കൺട്രോൾ അണ്ടർസ്റ്റാൻഡ് ആൻഡ് അപ്രിഷിയേറ്റ് ചെയ്യും. സോ ദാറ്റ്സ് ഇറ്റ്. ഈ ക്വാളിറ്റി കൺട്രോൾ ടൂൾസിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒന്നാണ് കൺട്രോൾ ചാർട്ട്. അത് ഡോക്ടർ വോൾട്ടർ എ ഷുവോട്ട് 1920 ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ക്വാളിറ്റി കൺട്രോൾ ടൂളാണ്. അപ്പം ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കൺട്രോൾ ചാർട്ട്സിൽ നോർമലി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമുക്കറിയാം, ഇത് ഒരു കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ആവശ്യമാണ് നമ്മളുടെ പ്രൊഡക്ഷൻ പ്രോസസ്സിന്. കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ആവശ്യമാണെങ്കിൽ ഇറ്റ്സ് ഹൈലി നെസസറി ടു മോണിറ്റർ ദ ക്വാളിറ്റി ഓഫ് പ്രോഡക്ട്സ് കമ്മിങ് ഔട്ട് ഓഫ് ഈച്ച് പ്രൊഡക്ഷൻ ഓപ്പറേഷൻ. ഓരോ പ്രൊഡക്ഷൻ ഓപ്പറേഷനിൽ നിന്നും പുറത്തു വരുന്ന പ്രോഡക്ട്സിന്റെ ക്വാളിറ്റി തുടർച്ചയായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്താൽ മാത്രമേ ഒരു കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ഉണ്ടോ എന്ന് നമുക്ക് പറയാനാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈച്ച് പ്രൊഡക്ഷൻ ഓപ്പറേഷന്റെ ഒരു സാമ്പിൾ ഡേറ്റ, പീരിയോഡിക് സാമ്പിൾ ഡേറ്റ നമ്മൾ ഈ കൺട്രോൾ ചാർട്ടിൽ പോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് കമ്പയർ ചെയ്യും. സാമ്പിൾ ഡേറ്റ ക്ലോസ് ടു സ്റ്റാൻഡേർഡ്സ് ആണെങ്കിൽ ഓപ്പറേഷൻ ഇസ് ഇൻ കൺട്രോൾ എന്നും നമുക്ക് പ്രത്യേകിച്ച് ആക്ഷൻ ഒന്നും വേണ്ടെന്നും, ഈ ഡേറ്റ എവേ ഫ്രം സ്റ്റാൻഡേർഡ് ആണെങ്കിൽ ഓപ്പറേഷൻ ഇസ് ഔട്ട് ഓഫ് കൺട്രോൾ ആണെന്നും ദ മാറ്റർ നീഡ് ടു ബി ഇൻവെസ്റ്റിഗേറ്റഡ്. ഇങ്ങനെയാണ് നമ്മൾ ഇതിന്നൊരു അസസ്മെന്റ് നടത്തുന്നത്.
അപ്പം അത് എപ്പോഴാണ് പ്രൊഡക്ഷൻ പ്രോസസ്സ് മേ ഹാവ് ടു ബി ചേഞ്ച്ഡ് സഫിഷ്യൻ്റ്ലി ടു ഇൻഫ്ലുവൻസ് ദ പ്രോഡക്റ്റ് ക്വാളിറ്റി. നമുക്ക് എപ്പോഴാണ് പ്രോഡക്റ്റ് ക്വാളിറ്റീനെ എഫക്റ്റ് ചെയ്യാതിരിക്കത്തക്കവണ്ണം, നെഗറ്റീവ്ലി എഫക്റ്റ് ചെയ്യാതിരിക്കത്തക്കവണ്ണം പ്രോഡക്റ്റ് പ്രോസസ്സിനെ ചേഞ്ച് ചെയ്യേണ്ടത് എന്ന ഇൻഡിക്കേഷൻ ആണ് ആക്ച്വലി കൺട്രോൾ ചാർട്ട് കൊണ്ട് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇതാണ് കൺട്രോൾ ചാർട്ടിന്റെ ഒരു ഡെഫിനിഷൻ. ഇനി നമുക്ക് മനസ്സിലാവും, അത് ഡീറ്റെയിൽസ് ബാക്കി നോക്കുമ്പോൾ നമുക്ക് ക്ലാരിറ്റി കിട്ടും എന്താണ്, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് എന്ന്. ഇനി കൺട്രോൾ ചാർട്ടിന്റെ എലമെന്റ്സ് ആണ് പറയുന്നത്. ഒരു സെൻട്രൽ ലൈൻ ഉണ്ട്, ഒരു അപ്പർ കൺട്രോൾ ലിമിറ്റ് ഉണ്ട്, ഒരു ലോവർ കൺട്രോൾ ലിമിറ്റ് ഉണ്ട്, പിന്നെ നമ്മൾ ആ പ്രോസസ് വാല്യൂ പ്ലോട്ടഡ് ഓൺ ദ ചാർട്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു കൺട്രോൾ ചാർട്ടിൽ കിട്ടുക. അപ്പൊ സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത് ആവറേജ് വാല്യൂ പ്ലോട്ട് ചെയ്യുന്നതാണ്. ലോവർ കൺട്രോൾ ലിമിറ്റ്, അപ്പർ കൺട്രോൾ ലിമിറ്റ്, ഇതിന്റെ ഇടയിൽ നമ്മുടെ ഈ പ്രോസസ്സിന്റെ വാല്യൂസ് നമ്മൾ പ്ലോട്ട് ചെയ്തത്. അപ്പർ കൺട്രോൾ ലിമിറ്റിന്റെയും ലോവർ കൺട്രോൾ ലിമിറ്റിന്റെയും ഇടയിലാണെങ്കിൽ ആ പ്രോസസ്സ് ഇൻ കൺട്രോൾ ആണെന്നും, ഏതെങ്കിലും ഒരു വാല്യൂ ലോവർ കൺട്രോൾ ലിമിറ്റിന്റെ താഴേലേക്കോ അപ്പർ കൺട്രോൾ ലിമിറ്റിന്റെ മേലേക്കോ പോയി കഴിഞ്ഞാൽ ആ പ്രോസസ്സ് ഔട്ട് ഓഫ് കൺട്രോൾ ആണ് എന്നുള്ളതാണ്. സോ ഇതൊരു ഗ്രാഫിക്കൽ ഡിസ്പ്ലേ ഓഫ് ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് ആണ് that has been measured or computed from a sample data. അപ്പോൾ ഇത് ചാർട്ടിൽ ഒരു സെൻട്രൽ ലൈൻ ഉണ്ട്, ആവറേജ് വാല്യൂ ഓഫ് ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും. ഇനി 2 ഹൊറിസോണ്ടൽ ലൈൻസ് ഉണ്ട്, ഒരു അപ്പർ കൺട്രോൾ ലിമിറ്റ് UCL ആൻഡ് എ ലോവർ കൺട്രോൾ ലിമിറ്റ് LCL. These control limits are chosen so that if the process is in control, nearly all sample points within this limit ആയിരിക്കും. As long as the points fall within this limit, control limits, process in control ആണ്, no action necessary ആണ്. A point that floats outside the control limit indicate the process is out of control and investigation and corrective action is required എന്നുള്ളത്. എന്നിട്ട് ആ ഒരു എലിമിനേറ്റ് ചെയ്യണം that assignable causes that is responsible for this particular behavior. Okay. സോ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മളതൊരു വിഷ്വലൈസേഷൻ എഫക്റ്റ് തരാൻ കൂടി വേണ്ടിയിട്ടാണ്. നമ്മൾ വെറുതെ വാല്യൂസ് മാത്രമായിട്ട് കാണുമ്പോൾ നമുക്കിത് ഇത്ര വ്യക്തമാവില്ല. സോ വെൻ ദിസ് വാല്യൂസ് ആർ പ്ലോട്ടഡ് ഇൻ ടു എ ഗ്രാഫ്, അപ്പോഴാണ് ഇതിന് കുറച്ചും കൂടി വ്യക്തത കിട്ടണം. വെൻ ദിസ് കംസ് ഇൻ ടു എ വിഷ്വലൈസേഷൻ, വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ചാർട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാവും എന്താണ് എന്നുള്ളത്. സോ അതാണ് നമ്മളുടെ കൺട്രോൾ ചാർട്ട്.